ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് പാർവതി വിജയൻ. പ്രധാന വാർത്തകൾ. കേരളത്തിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മികച്ച പോളിംഗ്. ഒടുവിലെ കണക്ക് പ്രകാരം 78.13% പോളിംഗ്. വോട്ടെണ്ണൽ മെയ് 4-ന്. നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്ന അസമിൽ 85.49%, പുതുച്ചേരിയിൽ 89.87% പോളിംഗ്. നിയമനിർമ്മാണ സ്ഥാപനങ്ങളിൽ സ്ത്രീകൾക്കുള്ള സംവരണം കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. IPL-ൽ ലക്നൌവിനെതിരെ കൊൽക്കത്തയുടെ ബാറ്റിംഗ് പുരോഗമിക്കുന്നു. ISL ഫുട്ബോളിൽ ജംഷഡ്പൂരിനെതിരെ ആദ്യ പകുതിയിൽ മുംബൈ സിറ്റി 1 ഗോളിന് മുന്നിൽ. വാർത്തകൾ വിശദമായി. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് പൂർത്തിയായി. ഒടുവിൽ ലഭിക്കുന്ന കണക്കുകൾ പ്രകാരം സംസ്ഥാനത്ത് 78.13% പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. രാവിലെ 7 മണിക്ക് ആരംഭിച്ച പോളിംഗ് വൈകുന്നേരം 6 മണിവരെ നീണ്ടു. 6 മണിക്ക് ക്യൂവിലുണ്ടായിരുന്നവർക്ക് ടോക്കൺ നൽകി. തിരുവനന്തപുരം ജില്ലയിൽ 77%, കൊല്ലത്ത് 76.25%, പത്തനംതിട്ടയിൽ 70.75%, ആലപ്പുഴയിൽ 77.23% പോളിംഗ് രേഖപ്പെടുത്തി. കോട്ടയത്ത് 74.51%, ഇടുക്കിയിൽ 77.14%, എറണാകുളത്ത് 79.67% വോട്ടർമാരാണ് സമ്മതിദാനാവകാശം വിനിയോഗിച്ചത്. തൃശൂരിൽ 77.06%, പാലക്കാട് 80.42%, മലപ്പുറത്ത് 79.76%, വയനാട് 78.81% പോളിംഗ് ശതമാനം. കോഴിക്കോട് 80.94%, കണ്ണൂരിൽ 78.28%, കാസർഗോഡ് 78.44% പേർ വോട്ട് രേഖപ്പെടുത്തി. പൂർണ്ണമായ കണക്കുകൾ പിന്നീട് അറിയാനാകും. വോട്ടെണ്ണൽ അടുത്ത മാസം 4-ന് നടക്കും. 140 നിയമസഭാ മണ്ഡലങ്ങളിലായി 883 സ്ഥാനാർത്ഥികളാണ് കേരളത്തിൽ ജനവിധി തേടിയത്. വോട്ടെടുപ്പ് പൊതുവെ സമാധാനപരമായിരുന്നുവെന്നും അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ മാധ്യമങ്ങളോട് പറഞ്ഞു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് 76% വോട്ടിംഗ്. ആലപ്പുഴ ജില്ലയിൽ മികച്ച പോളിംഗാണ് ഇത്തവണ രേഖപ്പെടുത്തിയത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി R. രവികുമാർ. ചേർത്തല, അമ്പലപ്പുഴ താലൂക്കുകളിലെ നിയോജക മണ്ഡലങ്ങളിലാണ് ഇത്തവണ ആലപ്പുഴയിൽ ഉയർന്ന പോളിംഗ് നടന്നത്. അരൂരിലാണ് ഏറ്റവും ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ചേർത്തലയും ആലപ്പുഴയും അമ്പലപ്പുഴയും തൊട്ടു പിന്നിലുണ്ട്. ശക്തമായ ത്രികോണ മത്സരം നടന്ന ഈ മണ്ഡലങ്ങളിൽ 80-നും 85-നും ഇടയിലാണ് പോളിംഗ്. തീരദേശത്തെ ചില ബൂത്തുകളിൽ 90% പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. തികച്ചും സമാധാന അന്തരീക്ഷത്തിലാണ് ഇത്തവണ ആലപ്പുഴയിൽ പോളിംഗ് നടന്നത്. 10ഓളം കേന്ദ്രങ്ങളിൽ വോട്ടിംഗ് യന്ത്രങ്ങൾ പണിമുടക്കിയെങ്കിലും വേഗത്തിൽ പരിഹാരം കാണാൻ തെരഞ്ഞെടുപ്പ് അധികൃതർക്ക് കഴിഞ്ഞു. തൃശൂർ ജില്ലയിലെ വോട്ടിംഗ് ഏറെക്കുറെ സമാധാനപരമായി പൂർത്തിയായി. ആകാശവാണി ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ് തയ്യാറാക്കിയ റിപ്പോർട്ട്. ജില്ലയിലെ വോട്ടിംഗ് ഏറെക്കുറെ സമാധാനപരമായി പൂർത്തിയായി. മികച്ച പോളിംഗാണ് തൃശൂർ ജില്ലയിലും രേഖപ്പെടുത്തിയത്. രാവിലെ 7 മണിക്ക് ആരംഭിച്ച വോട്ടിംഗ് മിക്കയിടങ്ങളിലും വൈകിട്ട് 6 മണിയോടെ തന്നെ പൂർത്തിയാക്കാൻ സാധിച്ചു. വോട്ടെടുപ്പ് സമയപരിധി കടന്നും ചില ബൂത്തുകളിൽ വോട്ടർമാർ ടോക്കൺ വാങ്ങിയും വോട്ട് ചെയ്യുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. കൂർക്കഞ്ചേരിയിൽ വിരലിൽ മുറിവുമായി എത്തിയ കണ്ണംകുളങ്ങര സ്വദേശിനി അക്ഷയ 4.5 മണിക്കൂർ നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് വോട്ട് ചെയ്ത് മടങ്ങിയത്. യുവതിക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശം കയ്യിലെ മുറിവ് കാരണം പോളിംഗ് ഉദ്യോഗസ്ഥർ നിഷേധിക്കുകയായിരുന്നു. ചിലയിടങ്ങളിൽ വോട്ടിംഗ് മെഷീനുകളിൽ തകരാർ കാണിച്ചെങ്കിലും പരിഹരിച്ച് പോളിംഗ് തുടരുകയായിരുന്നു. പൊതുവെ തൃശൂരിൽ സമാധാനപരമായാണ് ജനാധിപത്യോത്സവം പൂർത്തിയായത്. കേരളത്തിന് പുറമെ അസമിലും പുതുച്ചേരിയിലും ഇന്ന് വോട്ടെടുപ്പ് നടന്നു. 30 നിയമസഭാ മണ്ഡലങ്ങളുള്ള പുതുച്ചേരിയിൽ ഒടുവിൽ ലഭിക്കുന്ന കണക്കുകൾ പ്രകാരം 89.87% പേർ വോട്ട് ചെയ്തു. അസമിൽ പോളിംഗ് 85.49%. അസമിലെ 126 സീറ്റുകളിലേക്ക് ഒറ്റഘട്ടമായാണ് വോട്ടെടുപ്പ് നടന്നത്. കർണാടക, നാഗാലാന്റ്, ത്രിപുര എന്നീ സംസ്ഥാനങ്ങളിലെ 4 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പും ഇന്ന് നടന്നു. കർണാടകയിലെ ബഗൽകോട്ട്, ദാവൺഗരെ സൌത്ത് മണ്ഡലങ്ങളിലും നാഗാലാൻഡിലെ കൊരിൻഡാക്, ത്രിപുരയിലെ ധർമ്മനഗർ എന്നീ മണ്ഡലങ്ങളിലുമാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. ഈ മാസം 23-ന് വോട്ടെടുപ്പ് നടക്കുന്ന തമിഴ്നാട്ടിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിച്ചു. പശ്ചിമബംഗാളിൽ 1ാം ഘട്ട തിരഞ്ഞെടുപ്പിനായുള്ള പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിനവും 2ാം ഘട്ട തിരഞ്ഞെടുപ്പിനായി പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിനവും ഇന്നായിരുന്നു. ഈ മാസം 23, 29 തീയതികളിലാണ് പശ്ചിമബംഗാളിൽ വോട്ടെടുപ്പ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
നിയമനിർമ്മാണ സ്ഥാപനങ്ങളിൽ സ്ത്രീകൾക്കുള്ള സംവരണം കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംവരണം നടപ്പിലാക്കുന്നതിൽ വരുന്ന ഏതൊരു കാലതാമസവും അങ്ങേയറ്റം നിർഭാഗ്യകരമാകുമെന്നും വനിതാ സംവരണ ബില്ല് ചർച്ച ചെയ്യാനും പാസാക്കാനും ഈ മാസം 16-ന് പാർലമെന്റ് യോഗം വിളിച്ചു ചേർത്തതായും സാമൂഹ്യമാധ്യമ വീഡിയോയിലൂടെ പ്രധാനമന്ത്രി വ്യക്തമാക്കി. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്ത് മരുന്നുകളുടെ തടസ്സമില്ലാത്ത വിതരണം ഉറപ്പാക്കാൻ ബന്ധപ്പെട്ട വകുപ്പുകൾ സംയോജിച്ച് പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഫാർമസ്യൂട്ടിക്കൽസ് വകുപ്പ് ജോയിന്റ് സെക്രട്ടറി സത്യപ്രകാശ് ടി.എൽ. പശ്ചിമേഷ്യൻ പ്രതിസന്ധി സംബന്ധിച്ച് ന്യൂഡൽഹിയിൽ നടന്ന അന്തർ മന്ത്രാലയ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ആഗോള വിതരണ ശൃംഖലകളിൽ തടസ്സം നേരിട്ടെങ്കിലും രാജ്യത്ത് മരുന്നുകളുടെ വിലയിൽ വലിയ വർധന ഉണ്ടായിട്ടില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. There is no major increase in sales prices of drugs and pharmaceuticals. In order to support pharma industry and to maintain the availability of inputs, feedstocks and also APIs, Department of Revenue through notification dated 1st April 2026 has slashed custom duties of 40 various petrochemical products to zero. LPG വഹിച്ചുകൊണ്ടുള്ള ഗ്രീൻ ആശ എന്ന ഇന്ത്യൻ കപ്പൽ സുരക്ഷിതമായി നവി മുംബൈയിൽ എത്തിയതായി തുറമുഖ ഷിപ്പിംഗ് ജലപാത മന്ത്രാലയം അഡീഷണൽ സെക്രട്ടറി മുകേഷ് മംഗൽ അറിയിച്ചു. ലെബനനിൽ ഹിസ്ബുള്ളക്കെതിരെ ഇസ്രായേൽ ആക്രമണങ്ങൾ തുടരുന്നതിന് വലിയ വില നൽകേണ്ടി വരുമെന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഖാലിബാഫിന്റെ മുന്നറിയിപ്പ്. 2 ആഴ്ചത്തെ വെടിനിർത്തൽ ലെബനനിലേക്കും നീട്ടണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. എന്നാൽ ഇസ്രായേലും US-ഉം ഈ ആവശ്യം തള്ളിയതായാണ് റിപ്പോർട്ട്. ഭൂട്ടാനിൽ സന്ദർശനം നടത്തുന്ന കേന്ദ്രമന്ത്രി മനോഹർ ലാൽ ഭൂട്ടാൻ പ്രധാനമന്ത്രി ഷെറിംഗ് ടോബ്ഗെയുമായി കൂടിക്കാഴ്ച നടത്തി. ശുദ്ധ ഊർജ്ജം, സുസ്ഥിര വികസനം എന്നിവയിൽ സഹകരണം ശക്തമാക്കുമെന്ന് കൂടിക്കാഴ്ചയിൽ ഇരു നേതാക്കളും ആവർത്തിച്ചു. ഇന്ത്യ സ്വീഡൻ വിദേശകാര്യ ഓഫീസ് കൺസൾട്ടേഷനുകൾ ന്യൂഡൽഹിയിൽ നടന്നു. പടിഞ്ഞാറൻ വിദേശകാര്യ സെക്രട്ടറി CB ജോർജും സ്വീഡിഷ് വിദേശകാര്യ സ്റ്റേറ്റ് സെക്രട്ടറിയും അധ്യക്ഷരായി. ഉഭയകക്ഷി ബന്ധം, വ്യാപാരം, നിക്ഷേപം, പ്രതിരോധം, സുരക്ഷ, നവീകരണം, സുസ്ഥിരത, ജനങ്ങൾ തമ്മിലുള്ള ബന്ധം എന്നീ മേഖലകളിൽ അവലോകനം നടന്നതായി വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. മേടം വിഷു പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട നാളെ വൈകിട്ട് 5-ന് തുറക്കും. വിഷുദിനത്തിൽ പുലർച്ചെ 4-ന് നട തുറന്ന് വിഷുക്കണി ദർശനവും വിഷുക്കൈ നീട്ടവും നടക്കും. ഈ മാസം 15-നാണ് വിഷു പൂജകൾ നടക്കുക. തീർത്ഥാടകർക്കായുള്ള വെർച്വൽ ക്യൂ ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ഇന്നും നാളെയും താപനില ഉയരാൻ സാധ്യത. പാലക്കാട് ജില്ലയിൽ താപനില 39°C വരെയും കൊല്ലം, പത്തനംതിട്ട, കോഴിക്കോട് ജില്ലകളിൽ 37°C വരെയും ഉയരാൻ സാധ്യതയുണ്ട്. കോട്ടയം, ആലപ്പുഴ, തൃശൂർ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ താപനില 36°C വരെ ഉയർന്നേക്കാമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരളത്തിൽ ശനിയാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടിമിന്നൽ സാധ്യത മനസ്സിലാക്കാൻ പൊതുജനങ്ങൾക്ക് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് തയ്യാറാക്കിയ ധാമിനി മൊബൈൽ ആപ്പ് ഉപയോഗിക്കാവുന്നതാണ്. IPL ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ ടോസ് നേടിയ ലക്നൌ സൂപ്പർ ജയന്റ്സ് ഫീൽഡിംഗ് തിരഞ്ഞെടുത്തു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ കൊൽക്കത്ത 14 ഓവറിൽ 4 വിക്കറ്റിന് 112 റൺസ് എടുത്തിട്ടുണ്ട്. ISL ഫുട്ബോളിൽ ജംഷഡ്പൂരിനെതിരെ ആദ്യ പകുതിയിൽ മുംബൈ സിറ്റി 1 ഗോളിന് മുന്നിലെത്തി. ഏഷ്യൻ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ ചരിത്ര നേട്ടവുമായി ഇന്ത്യൻ വനിതകൾ. 4 സ്വർണവും 2 വെള്ളിയും 4 വെങ്കലവും ഉൾപ്പെടെ 10 മെഡലുകളുമായി പട്ടികയിൽ ഒന്നാമതാണ് ഇന്ത്യ. മംഗോളിയയിൽ നടന്ന മത്സരത്തിൽ മീനാക്ഷി ഹൂഡയും പ്രീതി പവാറും പ്രിയ ഗംഗസും അരുന്ധതിയുമാണ് സ്വർണം നേടിയത്. ജെയ്സ്മിയും ആൽഫിയൻ ഫർഹാനും വെള്ളി മെഡൽ നേടി. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മികച്ച പോളിംഗ്. ഒടുവിലെ കണക്ക് പ്രകാരം 78.13% പോളിംഗ്. വോട്ടെണ്ണൽ മെയ് 4-ന്. നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്ന അസമിൽ 85.49%, പുതുച്ചേരിയിൽ 89.87% പോളിംഗ്. നിയമനിർമ്മാണ സ്ഥാപനങ്ങളിൽ സ്ത്രീകൾക്കുള്ള സംവരണം കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. IPLൽ ലക്നൌവിനെതിരെ കൊൽക്കത്തയുടെ ബാറ്റിംഗ് പുരോഗമിക്കുന്നു. ISL ഫുട്ബോളിൽ ജംഷഡ്പൂരിനെതിരെ ആദ്യ പകുതിയിൽ മുംബൈ സിറ്റി 1 ഗോളിന് മുന്നിൽ. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.